നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബയോമാസ്റ്റർ PSCയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് HST നാച്ചുറൽ സയൻസ് സിലബസിലെ മൊഡ്യൂൾ 5 പാലിയോ ബോട്ടണി എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. പാലിയോ ബോട്ടണിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പാലിയോ ബോട്ടണി, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ, ഫോസിൽ ടെറിഡോഫൈറ്റ് റൈനിയ, ഇതൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാകും. ഒന്നാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ച ഫോസിൽ സസ്യമായ റൈനിയ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബ്രയോഫൈറ്റ്, ജിംനോസ്പേംസ്, ടെറിഡോഫൈറ്റ്, ആൽഗ എന്നിവയാണ്. ഉത്തരം ടെറിഡോഫൈറ്റാണ് ഉത്തരം. റൈനിയ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റാണ്. രണ്ടാമത്തെ ചോദ്യം, റൈനിയയുടെ കാണ്ഡത്തിൽ കാണപ്പെടുന്ന സ്റ്റീലം ഏത്? സോളിനോസ്റ്റീൽ, ഹാപ്ലോസ്റ്റീലും ആക്ടിനോസ്റ്റീലും ഇവയൊന്നുമല്ല. ഉത്തരം ഹാപ്ലോസ്റ്റീലാണ്. അതായത് വളരെ പ്രൊമിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഇവോൾവ് ചെയ്ത് സ്റ്റീലും ഇവോൾവ് ചെയ്ത് വരുന്ന ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെയുള്ള ഒന്നാണ് ഹാപ്ലോസ്റ്റീലം. ഹാപ്ലോസ്റ്റീലമാണ് റൈനിയയുടെ കാണ്ഡത്തിൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏത് കാലഘട്ടത്തിലാണ്, മൂന്നാമത്തെ ചോദ്യമാണ്, ഏത് കാലഘട്ടത്തിലാണ് റൈനിയ ഭൂമിയിൽ നിലനിന്നിരുന്നത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഓരോ ടൈം പീരീഡുകളും പിന്നെ ആ പീരീഡിൽ വരുന്ന ഓരോ സസ്യങ്ങളുടെ ഉദ്ഭവവും ഏതൊക്കെ സസ്യങ്ങളാണ് വളരെ കൂടുതലായ കാലഘട്ടത്തിൽ കണ്ടിരുന്നതെന്നും ഒക്കെ പഠിക്കണം. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് റൈനിയ ഭൂമിയിൽ നിലനിന്നിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവോണിയൻ, സൈലൂറിയൻ്റെ അവസാനം മുതൽ ഒരു ഡിവോണിയൻ്റെ കാലഘട്ടത്തിലാണ് ശരിക്കും റൈനിയ ഭൂമിയിൽ നിലനിന്നിരുന്നത്. അടുത്ത ചോദ്യം, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം. 4, ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ആര്? ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബീർബൽ സാഹ്നിയാണ്. അദ്ദേഹം ഒത്തിരി കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് സസ്യങ്ങളെ, എൻഡോസൈലോൺ വിഭാഗത്തിലെ സസ്യങ്ങളെയൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. സോ ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സാഹ്നിയാണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണ്. ഫോസിലൈസേഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഷഡ്പദങ്ങളുടെ ഫോസിൽ ഏറ്റവും പഠനയോഗ്യമായിട്ടുള്ള രീതിയിൽ ലഭിച്ചിട്ടുള്ളത് ഏത് രീതിയിൽ നിന്നാണ്? അപ്പോൾ ഫോസിലൈസേഷൻ പല രീതികളുണ്ട്. അപ്പോൾ കാർബണൈസേഷൻ മെത്തേഡ് ഉണ്ടാവും, പെട്രിഫിക്കേഷൻ ഉണ്ടാവും അല്ലേ? പല രീതിയിൽ റീപ്ലേസ്മെൻറ്റ് നടക്കാം, ഇൻഫിൽട്രേഷൻ നടക്കാം. റീപ്ലേസ്മെൻറ്റും ഇൻഫിൽട്രേഷനും കൂടെ ചേർന്നാണ് പെട്രിഫിക്കേഷൻ. അപ്പോൾ പല രീതിയിൽ ഫോസിലുകൾ ഉണ്ടാവാം. അപ്പോൾ ഷഡ്പദങ്ങളുടെ ഫോസിൽ ഏറ്റവും പഠനയോഗ്യമായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളത് ഗാസ്ട്രോലിത്തുകളിൽ നിന്നാണോ? അതുപോലെ ട്രേസസും ഒരു തരം ഫോസിലൈസേഷൻ മെത്തേഡാണ്. ആംബറിൽ നിന്നാണോ? കാർബണൈസേഷനിലൂടെയാണോ? ഉത്തരം ആംബറിൽ നിന്നുള്ളതാണ്. അതായത് ഈ ട്രീസിൻ്റെയൊക്കെ റെസിൻ പോലെയുള്ള അല്ലെ പശകളും മറ്റും ഒക്കെ, ഈ മരത്തിൽ നിന്ന് വരുന്ന പശകളും മറ്റും അങ്ങനെയുള്ള വസ്തുക്കളിൽ ഉൾപ്പെട്ടു പോകുന്നതാണ്. പുറുമ്പുകളും മറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണികൾ അതിനുള്ളിൽ ഉൾപ്പെട്ടു പോവുകയും അങ്ങനെ ഫോസിലൈസേഷൻ നടക്കുന്നതുമാണ് ആംബർ ടൈപ്പ് ഫോസിലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം. 6ാമത്തെ ചോദ്യം, ദ്വിബീജപത്ര സസ്യങ്ങൾ ഉദ്ഭവിച്ച കാലഘട്ടം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡിവോണിയൻ, പെർമിയൻ, ട്രയാസിക്കയാണ്. ഡിവോണിയൻ, പെർമിയൻ, ട്രയാസിക്ക ആദ്യ കാലഘട്ടങ്ങളാണ് ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ. ക്രീറ്റേഷ്യസ് പീരീഡിലാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്വാട്ടർണറി പീരീഡാണ്, അതിന് തൊട്ട് മുമ്പ് ടെർഷറിയാണ്, അതിന് തൊട്ട് മുമ്പാണ് ക്രീറ്റേഷ്യസ് ഒക്കെ വരുന്നത്. അപ്പോൾ ക്രീറ്റേഷ്യസ് പീരീഡിലാണ് ഡൈക്കോഡ്സ് ഉദ്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു. അടുത്ത ചോദ്യം, ബ്രയോഫൈറ്റുകൾ ഉദ്ഭവിച്ച കാലഘട്ടമാണ്. ബ്രയോഫൈറ്റുകൾ ഉദ്ഭവിച്ച കാലഘട്ടം കാർബോണിഫറസ്, ഡിവോണിയൻ, പെർമിയനൊക്കെ തന്നിട്ടുണ്ട്. കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് ബ്രയോഫൈറ്റുകൾ ഉദ്ഭവിച്ചത് എന്ന് കണക്കാക്കുന്നു. കാർബോണിഫറസ്. അടുത്ത ചോദ്യമാണ്, ലൈക്കോപോഡുകൾ, സീഡ് ഫേണുകൾ എന്നിവ കൂട്ടമായി നശിച്ച കാലഘട്ടം ഏതാണ്? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വിത്ത് പ്ലാന്റ് എവല്യൂഷൻ ഉറപ്പായും പഠിച്ചിരിക്കുക. കാംബ്രിയൻ പീരീഡ്, പെർമിയൻ, ക്രിട്ടേഷ്യസ്, ഡിവോണിയൻ പീരീഡുകളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ലൈക്കോപോഡുകളും സീഡ് ഫേണുകളും ഒരു കാലഘട്ടത്തിൽ ഉദ്ഭവിക്കുകയും അവ പിന്നീട് പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും ചെയ്തു. അതായത് ഇപ്പോൾ ഒരു സൈലൂറിയൻ പീരീഡൊക്കെ എത്തുമ്പോൾ അവിടെ സോസ്ട്രോഫില്ലവും റൈനിയ ടൈപ്പ് സസ്യങ്ങളും അല്ലേ, സൈലോഫൈറ്റോണും അങ്ങനെയുള്ള ചില ആദ്യത്തെ വാസ്കുലർ പ്ലാന്റ്സുകളെല്ലാം തന്നെ കരയിൽ ഉണ്ടായിരുന്നു. ഡിവോണിയൻ പീരീഡിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക്, ഡിവോണിയൻ പീരീഡിൽ പ്രോജിമിനോസ്പേംസും ഒക്കെ ഉദ്ഭവിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാടധികം ഈ പറയുന്ന സോസ്ട്രോഫില്ലം, റൈനിയ ടൈപ്സ്, സൈലോഫൈറ്റോൺ, പ്രോജിമിനോസ്പേംസ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു.
അതുപോലെ കാർബോണിഫറസ് പീരീഡിൽ സീഡ് ഫോൺസും ലൈക്കോപോഡ്സും ഒക്കെ നിലനിന്നിരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ തൊട്ടടുത്ത സ്റ്റേജായിട്ടുള്ള പെർമിയൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, കാർബോണിഫറസ് കഴിഞ്ഞ് വരുന്നത് പെർമിയനാണ്, പെർമിയൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇവയുടെ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ നടക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് അർബോറസൻ്റ് ആയിട്ടുള്ള ലൈക്കോപോഡ്സ്, അതായത് ചെടികൾ, വലിയ മരങ്ങൾ പോലെ ഇരിക്കുന്ന ലൈക്കോപോഡുകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവയെല്ലാം തന്നെ നശിച്ചു പോവുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പെർമിയനാണ് കേട്ടോ, പെർമിയനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് ഏകബീജ പത്രസസ്യങ്ങൾ, അതായത് മോണോകോട്സ് ഉദ്ഭവിച്ച കാലഘട്ടമാണ് ചോദിക്കുന്നത്. അതിൽ ക്രിട്ടേഷ്യസ്, ക്വാട്ടർണറി, പെർമിയൻ എന്നീ വളരെ അടുത്ത് വരുന്ന, അടുത്തതെന്ന് പറയുമ്പോൾ തന്നെ ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇഗോയാണ് എങ്കിൽ പോലും നമുക്ക് തൊട്ട് മുമ്പ് വരുന്ന കുറേ കാലഘട്ടങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ സത്യത്തിൽ ടേർഷറി കാലഘട്ടത്തിൽ, ടേർഷറി എന്ന് പറയുന്ന പീരീഡിലാണ്, ഓപ്ഷൻ ബി, ടേർഷറി പീരീഡിലാണ് മോണോകോട്സ് ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ഫോസിൽ ബീഹൈവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജിങ്കോയൽസ് ആണ്. അപ്പോൾ ആ ഒരു ജിങ്കോയൽസിൽ വരുന്നതിൽ ജീവിക്കുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിക്കുന്ന ഒരു സ്പീഷീസ് ജിങ്കോ ബൈലോബ മാത്രമാണ്. അപ്പോൾ ജിങ്കോ ബൈലോബ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലായി നിലനിന്നിരുന്ന ഒരു സസ്യം, ഇന്ന് അതിൻ്റെ ഒരു സസ്യം മാത്രം നിലനിൽക്കുകയാണ്, ഒരു സ്പീഷീസ് മാത്രം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ബീഹൈവ്, ഫോസിൽ ബീഹൈവ് എന്ന് ഇത് അറിയപ്പെടുന്നത്. അതായത് എത്രയോ മരങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇപ്പോൾ ഒരു മരം മാത്രം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഒരു മരം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു മരം ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പീഷീസ് മാത്രമാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോസിൽ ബീഹൈവ് എന്നറിയപ്പെടുന്നത് ജിങ്കോയൽസ് ആണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം ആൻസർ ഗെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസിനെ നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അടുത്ത മൊഡ്യൂൾ 6ൻ്റെ വീഡിയോ, മൊഡ്യൂൾ 6മായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിലോ അല്ലാതെ പേഴ്സണലോ ഒക്കെ ആയിട്ട് കമൻസ് ഇടുക. സമയം കിട്ടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഇതിനോടൊപ്പം സൂചിപ്പിക്കുന്നു, ഏപ്രിൽ 30-ന് ശേഷം നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഏപ്രിൽ 30-ഓടുകൂടി കാരണം നമുക്ക് പഠിക്കാവുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടുള്ള ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എടുക്കുക അത് ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏപ്രിൽ 30-ന് മുമ്പ് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പിലേക്ക് എൻട്രി ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എല്ലാവരും നന്നായി ഇത് പിന്നെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.